Good morning. Good morning, sir. Video so konchi da vegam. അപ്പോൾ എന്താക്കി ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ഫിനിഷ് ചെയ്തായിരുന്നോ എവരിവൺ? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇനി ഡൗട്ട് റിഗാർഡിംഗ് ദാറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? Anyone? Any doubt about that question? ഇല്ല. ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആക്കി വേഗം പറഞ്ഞേ. Otherwise, let's move on to the next topic. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലോ? Clear, sir. സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x1 + 2y1. ശരിക്കും അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ശരിക്കും ആ ക്വസ്റ്റ്യൻ. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്റ്റെപ്സ് ഒരുപാട് വരും എഴുതി വരുമ്പോൾ എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കൺഫ്യൂസിംഗ് ഒന്നും അല്ല സംഭവം. ശരിയല്ലേ? എനിക്ക് റെസ്പോൺസ് അഹമ്മദ് ഹലീം, അഹമ്മദ് ഹലീം സാർ എടാ കംപ്ലീറ്റ് ആയിരുന്നോ ക്വസ്റ്റ്യൻ? ആ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തോ? ആ സ്ലോപ്പ് ഓഫ് ആ ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനല്ലേ? എന്താ കിട്ടിയ സെക്കൻഡ് പാർട്ടില്? 3 - 2a/3 + 2a. 3 - 2a divided by 3 + 2a. കറക്റ്റ് ആണ്. 3 - 2a/3 + 2a. 1 second. ഓക്കെ റൈറ്റ്. നിങ്ങൾ അതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ എഴുതി? ഫാത്തിമ ഇസ്മായിൽ ഒന്ന് പറഞ്ഞേ. ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ എഴുതി? മറ്റേ ഈസ് ഇറ്റ് ട്രൂ ഫോർ എനി നമ്പർ അതർ ദാൻ 3 and 2 എന്നുള്ളതിന്റെ അതൊന്നും എഴുതിയിട്ടില്ല. ബിസിയുടെ സ്ലോപ്പ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വരാനുണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ എഴുതേണ്ടത് ഇതാണ്, സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ സ്ലോപ്പ് ഓഫ് ബി സി ദെർഫോർ ദ പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. ഒരു കൺക്ലൂഷൻ അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് എ ബി is equal to slope of BC. Therefore, the points are on the same line. രണ്ടാമതുള്ള സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. The result is true for any numbers എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം. അത് വീണ്ടും പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട, ജസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതി കൺക്ലൂഡ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ട്രൂ if we take some other numbers other than 3 and 2 എന്നൊരു സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ എവരിവൺ? അൻഷിതേ കഴിഞ്ഞോടാ? കഴിഞ്ഞു സാർ. ഓക്കെ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുമോ? It is true if we take some other numbers instead of 3 and 2 എന്ന് മാത്രം എഴുതിയാൽ മതി. It is true if we take some other numbers instead of 3 and 2. Completed, right, everyone? തീർന്നല്ലേ? ഓക്കെ റൈറ്റ്. ലിസൺ നൗ അടുത്തത് നമ്മൾ കയറുന്നതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ടോപ്പിക്. ഞാൻ പറയാട്ടോ, പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് അരിത്തമെറ്റിക് സീക്വൻസിന്റെ കേസിൽ ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് പ്രധാനം പഠിച്ചിരുന്നു. എന്തായിരുന്നു ആഷ്ന അതിന്റെ ആവശ്യം? ഓൾജിബ്ര ഓഫ് എ സീക്വൻസിന്റെ മനസ്സിലായില്ല.
ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് എന്തിനാണ്? നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അതിലെ എല്ലാ ഏതൊരു ഇത് തന്നാലും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എങ്ങനെ ഏതൊരു തന്നാലും ഏതൊരു ടേം കണ്ടാലും തന്നാലും അതിന്റെ പൊസിഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിപ്പോ 2, 5, 8, 11 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ അതിന്റെ ഓൾജിബ്ര 3n - 1 ആണ്. ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് മെത്തേഡ് അറിയാം. പിന്നെ മെത്തേഡിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. ഇപ്പൊ സപ്പോസ് നമുക്ക് 4, 7, 10, 13 എക്സെട്രാ എന്നൊരു സീക്വൻസ് ആണെങ്കിൽ ഇവന്റെ ഓൾജിബ്ര ഒരു 3n + 1 ആണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഒന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് കേൾക്കട്ടെ. അൽഹ, 1 more time ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. എന്താണ് ഈ ഓൾജിബ്ര കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? സീക്വൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരു അഡ്വാൻറ്റേജ് സീക്വൻസിനെ കണ്ടെത്താൻ പറ്റും. ഭീമ അഡ്വാൻറ്റേജ് ടേമിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. ടേം തന്നിട്ടുണ്ടെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാം. റൈറ്റ്. പിന്നെ വേറെ അഡ്വാൻറ്റേജ് ഒന്ന് പറഞ്ഞേ സാറ. സഹറ, സീക്വൻസ് കണ്ടെത്താം, ഒരു ടേം തന്നാൽ പൊസിഷൻ കണ്ടെത്താം. വേറെ സഹറ, ഫാത്തിമ, ഭീമ നവാസ്, another advantage? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ശരി. ഭീമ നവാസ്, ടേം കണ്ടുപിടിക്കാം. ടേം തന്ന പൊസിഷൻ കണ്ടുപിടിക്കാം, പൊസിഷൻ തന്ന ടേമും കണ്ടുപിടിക്കാം. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് നമ്മുടെ ഓൾജിബ്ര എന്ന് പറയുന്ന ആൾക്കുണ്ട്. ഇപ്പൊ 3n - 1 ഇപ്പൊ നമുക്ക് വെറുതെ തന്നേക്കാണ് ഒരു സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് 2n + 3 ആണ് എങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആദ്യം നമുക്ക് n-ന് 1 കൊടുത്താൽ 5 എന്ന് കിട്ടും. 2 കൊടുത്താൽ 2 × 2 4 ആണ്. 4 + 3 7 കിട്ടും. ഇങ്ങനെ നമുക്ക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. 2, ഒരു ടേമിന്റെ പൊസിഷൻ തന്നു. ഒരു ടൈമിന്റെ പൊസിഷൻ നമുക്ക് തന്നേക്കാണ് 100th ടൈം കണ്ടുപിടിക്കണം. ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും 100th ടേം is equal to 203. സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ കിട്ടുന്നതാണോ എന്ന് നമുക്ക് കിട്ടും. ഇനി തിരിച്ച് നമുക്കൊരു ടേം തന്നാൽ അവന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് എന്ന് പറയുന്ന ആൾക്കുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ പറഞ്ഞതുപോലെ ശരിക്കും ഈ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞു ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഇങ്ങനെ ഓരോരോ ടേമും നമുക്ക് എഴുതി പോയി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് വരും. ശരിക്കും നമ്മൾ ഓൾജിബ്രയ്ക്ക് ഒരു പേര് വിളിച്ചിട്ടുണ്ട്. ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് ഈസ് ദ ഒരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈവൻ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡാഷ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് അനിത nth ടൈം ആണ്. തീർച്ചയായിട്ടും കുറച്ച് നമുക്ക് നല്ലൊരു വാക്ക് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. nth ടൈം ആണ്. nth ടൈം എന്നൊക്കെ നമ്മൾ പറയും. വേറൊരു കുറച്ചുകൂടെ നല്ലൊരു ടേം, നല്ലൊരു പേരവന് ഓൾജിബ്രയ്ക്ക് ഇക്വേഷൻ അല്ല, നമുക്ക് പെട്ടെന്ന് അവൻ ആരാന്ന് മനസ്സിലാവാൻ നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു വാക്ക് അവന് പറഞ്ഞു. ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് ഈസ് ദി എനിവൺ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ എന്നൊക്കെ ശരിയാ. പക്ഷെ നമുക്ക് ഈ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ ഒക്കെ കേൾക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച്നെസ്, എന്തോ പുതിയൊരു വലിയ സംഭവമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ ഒരു സാധനം പറഞ്ഞായിരുന്നല്ലോ. ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിന്റെ ഫാത്തിമ ക്ലിയർ ആയില്ല. ഫാക്ടറും അല്ല, സീക്വൻസിന്റെ ആർക്കും കിട്ടിയില്ല. പൊസിഷൻ അല്ല, പൊസിഷൻ n ആണ്. ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഇറ്റ് ഈസ് ദി അല്ല, ഞാൻ കേട്ടില്ല. കോമൺ ഡിഫറൻസും അല്ല. കോമൺ ഡിഫറൻസ് ഒക്കെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ഓൾജിബ്ര ഓഫ് എ സീക്വൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കാണുന്ന ഈ 3n - 1 അല്ലെങ്കിൽ ഈ 3n + 1 അല്ലെങ്കിൽ ഈ 2n + 3 ഇവനൊക്കെ നമുക്ക് ആ പർട്ടിക്കുലർ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇന്നതാണെന്ന് പറയാം. എന്ത്? ഇറ്റ് ഈസ് ദി ഡാഷ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഓൾജിബ്രയുടെ കൃത്യമായ ഐഡിയ മനസ്സിലാക്കാനുള്ള ഒരു വഴി മാത്രമാണ്. ടെക്സ്റ്റ് ബുക്കിലൊന്നും ആ പേരൊന്നും ഉണ്ടാവണമെന്നില്ല. an + b അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. an + b. ഓൾജിബ്ര ഈസ് ദി 6 വെച്ചാ തുടങ്ങുക. ആറ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് ലെറ്റർ ഇ ആണ്.
കിട്ടിയില്ല? റെപ്രസെന്റേറ്റീവ്. ഓൾജിബ്ര എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ അന്ന് ഇങ്ങനെ തന്നെയാ പറയുന്നത്, നമ്മൾ ക്ലാസ്സിലൊക്കെ റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കും. ആ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുക, ആ ക്ലാസിന്റെ പ്രതിനിധിയായിട്ട് പോവുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, പ്രിൻസിപ്പൽ മീറ്റിംഗ് വിളിച്ചാൽ മീറ്റിങ്ങിന് ക്ലാസ്സിൽ നിന്ന് പോവുക, ക്ലാസ് ടീച്ചർ ഏൽപ്പിക്കുന്ന പണിയൊക്കെ ചെയ്യുക. ഇതാണ് റെപ്രസെന്റേറ്റീവ് പണി. ഇതുപോലെ തന്നെ എല്ലാ ഓൾജിബ്രാസും കറസ്പോണ്ടിങ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അവൻ ആ സീക്വൻസിലെ എല്ലാവരും റെപ്രസെന്റ് ചെയ്യും. അതാണ് ഓൾജിബ്രയുടെ പ്രത്യേകത. ഓൾജിബ്ര റെപ്രസെന്റ്സ് എവറി ടൈം ഓഫ് ദ സീക്വൻസ്. ഇപ്പൊ ഈ 3n-1 എന്ന് പറയുന്ന ഓൾജിബ്ര 2നെ റെപ്രസെന്റ് ചെയ്യും, 5നെ റെപ്രസെന്റ് ചെയ്യും, 8നെ റെപ്രസെന്റ് ചെയ്യും, എല്ലാവരും റെപ്രസെന്റ് ചെയ്യും. അത് 3n-1 ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരും റെപ്രസെന്റ് ചെയ്യും. എന്നിന് പല 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 വാല്യൂസ് കൊടുക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഓൾജിബ്ര ഓഫ് എ സീക്വൻസ് ഇസ് ആക്ച്വലി എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 2, 5 ഇപ്പൊ നമ്മൾ ഇത് എഴുതി പോയി കഴിഞ്ഞാൽ 14 കഴിഞ്ഞ അടുത്ത് 17 വരും, 20 വരും, 23 വരും. നമ്മളിങ്ങനെ എഴുതാൻ പോയത് തീരൂല, ഇതിങ്ങനെ കണ്ടിന്യൂ. ഓക്കെ, എത്ര എഴുതിയാലും തീരില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാം എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേ, ഓൾജിബ്ര എന്ന് പറഞ്ഞ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി ഈ സെയിം സംഗതി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോ എനിക്കൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈൻ സെഗ്മെന്റ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. ക്ലിയർ? ശരി. ഇനി അപ്പൊ ഈ കാണുന്ന പോയിന്റ് നമുക്കറിയാം, സപ്പോസ് ഒരു 1, 3 ആണ്. ഇവിടെയുള്ള പോയിന്റ് ഒരു 10, 13 ആണ്. ഓക്കെ, ഈ 2 പോയിന്റ്സിനിടയ്ക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 2 പോയിന്റ്സിനിടയ്ക്ക് ഈ ലൈനിൽ എത്ര പോയിന്റ്സ് ഉണ്ട് മുഹസിൻ മുസ്തഫ? ഒറ്റ പോയിന്റ് ഉള്ളൂ. ഈ കാണുന്ന എക്കും ബിക്കും ഇടയ്ക്ക് ഈ പച്ച വരയില് ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. മുസ്ലിം എനിക്ക് ക്ലിയർ ആയില്ല നീ പറഞ്ഞേ. ആ വാക്ക് പറയട്ടെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇങ്ങനെ 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 ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇതിനകത്തുണ്ട്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നമ്പർ ഓഫ് പോയിന്റ്സ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ പോകും കണ്ടോ. The line contains infinite number of points. അപ്പോ ഈ ലൈനിലെ ഓരോ പോയിന്റിനെയും കണ്ടെത്തുക, അല്ലെങ്കിൽ ഓരോ പോയിന്റും ആരാന്ന് പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് പഠിച്ചിരിക്കുക, അത് ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത പണിയാണ്, ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെ, ഈ ലൈനിലെ എല്ലാ പോയിന്റും പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ ടാസ്ക്. നടപടിയാണ് കേസല്ല, ഒരു ഇമ്പോസിബിൾ ടാസ്ക്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ലൈനിലെ എല്ലാ പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഒരാളെ നമ്മൾ കണ്ടെത്തും. We will find out someone who is capable of representing every point on this line, and that particular representative is called equation of a line. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈനിന്റെ ഇക്വേഷൻ. So equation of a line is actually a representative of the points on the line. ആ ലൈനിൽ വരുന്ന പോയിന്റ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്, ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. റെഡിയോ എവരിവൺ? എൻഡ് പോയിന്റ്സിലുള്ള നമ്മുടെ കോർഡിനേറ്റ്സിനെയാണ് പറഞ്ഞത്, അതിന്റെ അല്ലല്ല, ഈ എയും ബിയും എൻഡ് പോയിന്റ് ആണല്ലോ. ഈ എൻഡ് പോയിന്റിന്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 10,000-കണക്കിന് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ വരുന്ന എല്ലാ പോയിന്റിനെയും, അതിൽ എ പെടും, ബി പെടും, എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള എല്ലാവരും പെടും. ഇവരെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്. അവനെ നമ്മൾ എന്ത് പേര് വിളിക്കുക, ഇക്വേഷൻ ഓഫ് എ ലൈൻ വിളിക്കുക. ഇക്വേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇക്വേഷൻ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഓൾജിബ്ര എന്താന്ന് വെച്ചാൽ, ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താ, ഓൾജിബ്ര ഇസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് ഓരോ സീക്വൻസിനനുസരിച്ച് മാറി മാറി വരും. ഇപ്പൊ ചില സീക്വൻസിന്റെ, ഇപ്പൊ ഈ കാണുന്ന സീക്വൻസിന്റെ ഓൾജിബ്ര 3n-1 ആണ്, അടുത്ത ആളുടെ 3n+1 ആണ്, ഈ കിടക്കുന്ന ആളുടെ 2n+3 ആണ്. അത് സീക്വൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലൈൻസ് മാറുന്നതനുസരിച്ച് ഇക്വേഷൻ മാറും. ഒരു ലൈൻ ഇങ്ങനെ, ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതിന് വേറെ ഇക്വേഷൻ ആയിരിക്കും. ഇങ്ങോട്ടാണോ ലൈൻ, വേറെ ഇക്വേഷൻ ആയിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. ഇക്വേഷൻ ഇത് നമ്മുടെ ഓൾജിബ്ര പോലെ തന്നെയാ, മാറ്റമൊന്നുമില്ല.
ഓൾജിബ്ര സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇക്വേഷൻ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എങ്കിൽ ലൈനിനെ മാത്രമല്ല കേട്ടോ, എല്ലാ ഷേപ്പിനെയും വരും. എങ്കിൽ തൽക്കാലം നമ്മൾ ലൈനിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതെങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷന്റെ ഫോം എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾ കയറാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ഡിസ്കഷനാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഡിസ്കഷനിലേക്ക് പോകാം. എഴുതുക, താഴെ ഹെഡിങ് കൊടുക്കുക, ഇക്വേഷൻ ഓഫ് എ ലൈൻ. Equation of a line. Equation of a line. Equation of a line is a representative of every point, is a representative of every point on a line. It's a representative of every point on a line. ഓക്കെ, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എഴുതണ്ട കേട്ടോ. എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ എഴുതിയതിലുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. സാർ എയും ബിയും ഉൾപ്പെടൂലേ അതിലെ പോയിന്റ്സ്, ആ ലൈനിലെ പോയിന്റ്സ് ആയിട്ട്? ആ ലൈനിൽ ഏതൊക്കെ പോയിന്റ് ഉണ്ടോ അതെല്ലാം ഉൾപ്പെടും. ഞാൻ അടുത്ത എക്സാമ്പിൾ കാണിച്ചത്, അപ്പൊ നിങ്ങൾ ക്ലിയർ ആവും. ഇക്വേഷന്റെ ഫോമും അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടും. അപ്പൊ എഴുതിയ ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? ശരി, അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ ഒരു ലൈനുണ്ട്. ഈ ലൈനിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് 1 2 2 4 3 6 4 8 5 10 then 6 12. ഓക്കെ, ഇതൊരു ലൈനാട്ടോ. ഇനി അതുപോലെ തന്നെ ഇപ്പുറം വേറൊരു ലൈൻ ഉണ്ട്. ഞാൻ ലൈനിൽ വളരെ മിനിമം 6 പോയിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എനിക്ക് വേറൊരു ലൈൻ ഉണ്ട്. ആ ലൈനിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 3. ഓക്കെ, സെക്കൻഡ് പോയിന്റ് 2 5. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് 3 7. ഫോർത്ത് പോയിന്റ് 4 9. നെക്സ്റ്റ് പോയിന്റ് 5 11. നെക്സ്റ്റ് പോയിന്റ് 6 13. ഇനി അതങ്ങനെ പോവാം. നമ്മൾ തൽക്കാലം അവിടെ കൊണ്ടുപോയി നിർത്തുന്നു. 2 ലൈൻ സെഗ്മെന്റ്സ്, കുഴപ്പമില്ലല്ലോ. ശരി, ഈ ലൈൻ സെഗ്മെന്റ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ രണ്ടാമത്തെ ഡിസ്കഷൻ എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഒന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളണം, ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x മൈനസ് y ഈക്വൽ ടു 0 എന്നാണ്. 2x മൈനസ് y ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ. രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷൻ വരിക, ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 2x മൈനസ് y മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. 2x മൈനസ് y മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ആളുടെ ഇക്വേഷൻ കിട്ടുക. സോറി, മൈനസ് അല്ല, പ്ലസ് 1. 2x മൈനസ് y പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. തൽക്കാലം രണ്ടാമത്തെ ആളോടെ നിൽക്കട്ടെ കേട്ടോ. നിങ്ങൾ തൽക്കാലം ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ആളെ നമുക്ക് നോക്കാം. 2x മൈനസ് y ഈക്വൽ ടു 0 എങ്ങനെ ഇവന്റെ റെപ്രസെന്റേറ്റീവ് ആയി? ശ്രദ്ധിച്ചു കേട്ടോ. ഈ റെപ്രസെന്റേറ്റീവിന്റെ യഥാർത്ഥ മീനിങ് അല്ലെങ്കിൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഈ കാണുന്ന ലൈനിലെ ഏത് പോയിന്റ് നിങ്ങൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈനിന്റെ ഉദ്ദേശം. എനി പോയിന്റ് ഓൺ ദ ലൈൻ ഷുഡ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എടുത്ത് നോക്കി. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടുക, ഒന്നാമത്തെ പോയിന്റ് 1 2 ആട്ടോ. 1 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ 1
മൈനസ് വൈയുടെ വാല്യൂ 2 ഈക്വൽ ടു 2 into 1 2 ആണ്. 2 minus 2 നമുക്ക് എന്ത് കിട്ടും? 0. അല്ല, അപ്പൊ 1 2 എന്നുള്ള പോയിന്റ് എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ 2 4 എടുത്താൽ 2 4 നിങ്ങൾ കൺസിഡർ ചെയ്താൽ 2 into 2 മൈനസ് 4 അല്ലെ, 2x മൈനസ് y എന്നാണ്. 2 into 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 minus 4 വീണ്ടും 0 ആണ്. കണ്ടില്ലേ? ഇനിയിപ്പോ നിങ്ങൾ 6 12 ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 2 into 6 മൈനസ് 12. അപ്പൊ 12 minus 12 പോലും ഇറ്റ് ഈസ് അഗെയിൻ 0. കണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് capable of representing every point on this line. ഈ ലൈനിലെ എല്ലാ പോയിന്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഇവൻ ആപ്റ്റ് ആണ്. കാരണം എല്ലാ പോയിന്റും ഇവനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ലൈനിനെ എന്ത് ചെയ്യണ്ട? ഈ ലൈനിലെ പോയിന്റ് 1 2 അല്ലെങ്കിൽ 2 4 3 6 ഒന്നും നമ്മൾ പഠിക്കേണ്ട. നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. എന്ന് നമ്മൾ പറയാ ഈ ലൈനിന്റെ ഇക്വേഷൻ 2x minus y = 0 ആണ്. ഇത് നമ്മൾ പഠിച്ചാൽ മതി. അത് നമുക്ക് എല്ലാ പോയിന്റ്സിനും അഡ്രസ് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെ നമ്മൾ വഴി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഈ തൊട്ടിപ്പുറം കാണുന്ന 1 3 2 5 3 7 ഒക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഫോർ എക്സാമ്പിൾ 1 3 എന്നുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. ഇപ്പൊ നമുക്കുള്ള ഈ ഇക്വേഷനിൽ 2x minus y = 0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും, everyone check it. Will it satisfies or not? Will it satisfies or not? എന്തായാലും ഒന്ന് പറയും നിഷാന, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്ന് പറഞ്ഞ എന്താ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ മൈനസ് 2 ആയിരിക്കില്ലല്ലോ. ഒന്ന് പറഞ്ഞ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് കേൾക്കട്ടെ. 1 into 1 2x minus y എന്നല്ല ഇക്വേഷൻ. 2x minus y. അപ്പൊ എന്ത് വരും? 2 into 1 2 into 1 minus 3 minus 3. 2 into 1 minus 3 ചെയ്യുമ്പോൾ 2 minus 3 ആണ്. This -1. കണ്ടോ? ഈക്വൽ ടു 0 എന്നല്ല നമുക്ക് കിട്ടി. നമുക്ക് -1 എന്നാ കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 1 3 എന്നുള്ള പോയിന്റ് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ നോക്കി, ഈ കാണുന്ന ഇക്വേഷൻ ഈ ലൈനിന് മാത്രമുള്ളതാണ്. ഇത് ഈ ലൈനിന്റെ മാത്രം. ഇപ്പൊ നമ്മൾ പറയില്ലേ 2 5 8 11 എന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ മാത്രം ഓൾജിബ്രയാണ് 3n - 1. ഇപ്പൊ സീക്വൻസ് നമുക്ക് 4 7 10 13 എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ അത് 3n + 1 ആയിട്ട് മാറും. കണ്ടോ? ഓൾജിബ്രയ്ക്ക് മാറ്റം വരും. സീക്വൻസ് മാറുമ്പോൾ ഓൾജിബ്ര മാറും എന്ന് പറയുന്ന പോലെ തന്നെ when the line changes, equation also changes. ഒരു ലൈനിന് ഒരു equation of a line is unique. When the line varies, equation also varies. ഇതാണ് ഇക്വേഷൻ ഒരു ഐഡിയ കേട്ടോ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ നമ്മൾ എഴുതിയിരിക്കുന്ന പോയിന്റ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാ കിട്ടുക. രണ്ടാമത്തെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് it is 2x minus y plus 1. ചെക്ക് ചെയ്ത് നോക്കി എല്ലാവരും, ഇത് കറക്റ്റ് ആണോ എന്ന്. ആ പോയിന്റ്സിനെ ചെക്ക് ചെയ്ത് നോക്കി, is it correct or no? Everybody just try it. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 പോയിന്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഏതെങ്കിലും ആ ലൈനിൽ ഏതെങ്കിലും 3 പോയിന്റ് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള. മൂന്ന് പോയിന്റ് വേഗം ചെക്ക് ചെയ്യണേ. 2 മിനിറ്റ് മാക്സിമം തരാം, അതിൽ കൂടുതലൊന്നും വേണ്ട. 2x minus y plus 1 equal to 0 എന്നുള്ള ഇക്വേഷനെ അവരെല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ചെക്ക്. വേഗം.
പറഞ്ഞോ മുഹമ്മദ് അയാൻ. സാറേ ഇതിന്റെ അകത്ത് 0 മാത്രമാണോ വരുള്ളൂ? ഈക്വൽ ടു 0 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാറുള്ളത്. ഇപ്പൊ ഈ 2x - y + 1 = 0 എന്നുള്ളതിനെ 2x - y = -1 എന്ന് എഴുതാം. പക്ഷേ എപ്പോഴും ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇക്വേഷൻസിനെ കീപ്പ് ചെയ്യാറുള്ളത്. സൽസാബിത്ത് പറയ്. കിട്ടുന്നതാണ് സാറേ -2 വരെ കിട്ടണം. ഏത് പോയിന്റ് ഇട്ടപ്പോഴാടാ? ആദ്യത്തെ പോയിന്റ് 1 3 നമ്മൾ കൊടുക്കുമ്പോൾ 2x - y എന്ന് പറഞ്ഞ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കേൾക്കട്ടെ? 2 - 4 3 + 1. 2 - 3 + 1 എന്നല്ല വന്നേ. 2 × 1 - 3 + 1. 2 × 1 എത്രയാ? 2 × 1 2. 2 - 3 + 1 അല്ലേ? 2 - 3 എത്രയാ? 2 - 3 1 1 2 - 3 1 ഓ? 2 - 3 - 1 -1 + 1 = എത്രയാ? 0. ആ 0. 0. എവിടെയെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ പറയണേ. 30 സെക്കൻഡോടെ മാക്സിമം. ഇഷ്ടമുള്ള 3 പോയിന്റ് ചെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ലൈനിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 പോയിന്റ്സ്. എനി 3 പോയിന്റ്സ് ഉണ്ട് ലൈൻ. കംപ്ലീറ്റ് ആയോ? ഹന ഫാത്തിമ ഏതൊക്കെ ചെക്ക് ചെയ്തൊന്ന് പറഞ്ഞേ. 1 3 2 5 3 7. 1 3 2 5 3 7. 3 പേരും ഓക്കെ ആണോ? ശരി. ദെൻ അഫ്നാൻ ഏതൊക്കെ ചെക്ക് ചെയ്തേ? 1 3 2 5 3 7. ഈ 3 പേരെ തന്നെ. സ്വാലിഹ ഏത് ചെക്ക് ചെയ്തേ? 3 7 2 5 1 3. 3 7 2 5 1 3. അവിടുന്ന് താഴേക്ക്. ശബന 1 3 2 5 3 7. എല്ലാവരും ആദ്യത്തെ 3 ചെക്ക് ചെയ്തേ. ഫാത്തിമ ഇർഫാന 2 5 3 7 4 9. 2 5 3 7 4 9. അവിടെ ഓക്കെ ആണോ? 4 9 ഓക്കെ ആണോ ഫാത്തിമ? അതെ 0. ഓക്കെ. വേറെ മോളിലെ പോയിന്റ് ചെക്ക് ചെയ്ത് ആരൊക്കെയല്ലേ? പറഞ്ഞോ. വേറെ ആരൊക്കെ ചെക്ക് ചെയ്തേ? 3 7 5 11 6 13. ഓക്കെ. അപ്പൊ ഏകദേശം എല്ലാ പോയിന്റും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓക്കെ ആണല്ലോ? എവരി പോയിന്റ് ഈസ് ഓക്കെ, റൈറ്റ്? ഫൈൻ. അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇക്വേഷൻ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാടോ. ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് ഓൾജിബ്ര പോലെ തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഓൾജിബ്രയിൽ നമുക്കൊരു n ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് എക്സും വൈയും ഉണ്ട്. കാരണം ഓൾജിബ്രയിൽ നമ്മൾ ആകെ n മാത്രം വരാൻ കാരണം എന്താണെന്ന് പറയാമോ? എനിവൺ? ഓൾജിബ്രയിൽ n മാത്രം വരാൻ കാരണം എന്താ? ഓൾജിബ്ര നമ്മൾ എഴുതുമ്പോൾ വേരിയബിൾ ആയിട്ട് അവിടെ n മാത്രമേ ഉള്ളൂ. എന്താ കാരണം? അവിടെ ആകെ മാറുന്നത് ടേമിന്റെ പൊസിഷനാണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ബാക്കി ഒന്നും മാറൂല. ശരിയല്ലേ? ആകെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ള എന്താ? ഒന്ന് കോമൺ ഡിഫറൻസും 2 ടേമിന്റെ പൊസിഷനും. അതിൽ കോമൺ ഡിഫറൻസ് ഒരു ഫിക്സഡ് സാധനം. ആകെ മാറുന്നത് ടേമിന്റെ പൊസിഷനാണ്. അപ്പൊ നമ്മൾ അവനെ എന്ത് കൊടുത്തു? n കൊടുത്തു. നമ്മളുടെ കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ ആരൊക്കെ മാറും? ഭീമ സിദ്ദീഖ്, നമ്മളൊരു ലൈനിന്റെ കോർഡിനേറ്റ് എടുക്കുമ്പോൾ ആർക്കൊക്കെ മാറ്റം വരാം? നമ്മള് ഒരു ലൈനിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഏതൊക്കെ ആൾക്കാർക്ക് മാറ്റം വരാം? കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കില്ലേ? ഇപ്പൊ 1 2 3 5 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കില്ലേ? അവിടെ ആർക്കൊക്കെ മാറ്റം വരാം? നമ്പേഴ്സിനൊക്കെ മാറ്റം വരും. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി എന്താ? നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അതിന് എന്താ പറയാ? നമ്പേഴ്സ് എന്നല്ലല്ലോ, കോർഡിനേറ്റ് പോയിന്റ്. കോർഡിനേറ്റ് പോയിന്റ്. എക്സ് കോർഡിനേറ്റിന് മാറ്റം വരാം, y കോർഡിനേറ്റിന് മാറ്റം വരാം. കണ്ടില്ലേ? 1 2 2 4 പോയത്, പിന്നെ 3 6, പിന്നെ 4 8. അതുകൊണ്ടാണ് ഇക്വേഷനിൽ എക്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാളുണ്ട്, വൈയെ റെപ്രസെന്റ് ചെയ്ത ഒരാളുണ്ട്. ചിലപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ടാവാം. അതാണ് നമ്മൾ സെക്കൻഡ് എക്സാമ്പിളിൽ കണ്ടു. ഇതൊക്കെയാണ് ഇക്വേഷൻ ഓഫ് ലൈനുമായി ബന്ധപ്പെട്ട ബേസിക് ഐഡിയാസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ എഴുതി വെച്ചു. പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോർ എ പർട്ടിക്കുലർ ലൈൻ ഇക്വേഷൻ വിൽ ബി യുണീക്ക്. ഒരു ലൈനിന്റെ ഇക്വേഷൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും, അത് മാറില്ല. രണ്ടാമത് 2 ഡിഫറെന്റ് ലൈൻസിന്റെ ഇക്വേഷൻ ഡിഫറെന്റ് ആയിരിക്കും. 3 ഇക്വേഷൻ ഓഫ് എ ലൈനിലേക്ക് നമ്മൾ ആ ലൈനിലെ പോയിന്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യും.
സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ പോയിന്റ് ആ ലൈനിൽ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഞാൻ സൂചിപ്പിച്ചുകൊണ്ടു. വേണ്ട കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വേർഡ്സ്. സ്പീഡ് ആവട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. If you have any doubt, just ask. നിങ്ങൾക്ക് തിരിയുന്ന പോലെ എഴുതണം. പുതിയൊരു ഐഡിയ ആണ്, പുതിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇക്വേഷൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു കാര്യം മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കിയുള്ളൂ. ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ നമുക്കിനി ബാക്കിയുള്ള ഒരേ ഒരു ടോപ്പിക്. ബാക്കി ഏതാണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ തീർന്നിട്ടുണ്ട്. ഒരു മിനിറ്റോടെ. Anyone? Any doubt? Anyone? ഓക്കെ, റൈറ്റ്. ബാക്കി പറയാലോ അല്ലേ? ശരി. അപ്പൊ ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിലേക്ക് കയറുന്നത്. നമ്മുടെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ലൈനിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ആ ലൈനിലെ എല്ലാ പോയിന്റുമായി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിന്റ് ആ ലൈനിൽ ഉണ്ടാവില്ല. അതൊരു പ്രധാനപ്പെട്ട ഐഡിയ ആട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ 2x - y = 0 എന്നുള്ള ലൈൻ, ഈ ലൈനിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ഏതായാലും വരച്ചു നോക്കലൊന്നും നടപടിയാവുന്ന കേസല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: വി ഹാവ് ടു ചെക്ക് വെദർ ദ പോയിന്റ് say 1326 ഈ പോയിന്റ് ഈ ലൈനിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ലൈനെ നിങ്ങൾ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ലൈൻ നമ്മൾ 1, 2 തുടങ്ങി ഇവിടെ നിർത്തുക നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഈ ലൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ, ഇങ്ങനെ താഴേക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ലൈനാണ്. ഒരിക്കലും നമ്മൾ ഒരു പർട്ടിക്കുലർ പോർഷനിൽ കൊണ്ടുപോയി ലൈനെ നിർത്തി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ലൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവേ. അപ്പൊ 1326 ലൈനിൽ ഉണ്ടോ നമുക്കറിയണം. ഓക്കെ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എല്ലാവരും. 1326 വേണ്ടി ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ വേഗം. everyone വേഗം. എന്താ അവസ്ഥ എന്ന് പറഞ്ഞ പെട്ടെന്ന് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. 30 seconds മതി മാക്സിമം. 30 seconds. എന്താ അനുഷിത എന്ന് പറഞ്ഞ ചെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി? അത് ചെയ്യാം സാർ. പെട്ടെന്ന് ആവട്ടെ, 30 സെക്കൻഡ് ധാരാളോ, കൂടുതലൊന്നും ആവശ്യമില്ല. 0 സാർ. 0 ആണ് കണ്ടോ. 1327 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ 2 × 13 - 26 എന്ന് വരും. 26 - 26 എന്ന് വരും. 0 ആണ്. അതിന്റെ അർത്ഥം 1326 ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്തു. അവിടെ 0 കിട്ടി. അപ്പൊ നമ്മൾ പറയും 1326 is a point on this line. ഇവൻ ഈ ലൈനിലെ പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കി എല്ലാവരും. വാട്ട് അബൌട്ട് ദ പോയിന്റ് 1015? വേഗം ചെക്ക് ചെയ്ത് നോക്കി. 1015 എന്നുള്ള പോയിന്റ് എന്താണ് അവസ്ഥ? സ്പീഡ്. വാട്ട് അബൌട്ട് ദ പോയിന്റ് 1015? ഞാൻ ചോദിക്കുന്നവരോടാ പറയാവുള്ളൂ. 30 seconds maximum.
ഓക്കെ റൈറ്റ്. എന്താ ഇത് ചെയ്യാം ഒന്ന് പറഞ്ഞ കേക്കട്ടെ. ഈ ലൈനിലില്ല. ലൈനിലില്ല. എന്താ കാരണം? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കണ്ടോ, 10 15 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10 minus 15 എന്ന് വരും. അപ്പൊ 20 minus 15 എന്ന് വരും. 20 minus 15 5 ആണ്. കണ്ടോ പ്രശ്നം കണ്ടോ? ഈ കാണുന്ന 10 15 എന്ന പോയിന്റ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും 10 15 ഈസ് നോട്ട് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റ് ലൈനിലുണ്ടോ ലൈനിലില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആ പോയിന്റിനെ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സംഗതി 0 ആയാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പോയിന്റ് ലൈനിലുണ്ട്. 0 ആയില്ലേ, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പോയിന്റ് ലൈനിലില്ല. ഓക്കെ എവരിവൺ? സാർ പറ. ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കണേ? അതാ നമ്മുടെ അടുത്ത ടോപ്പിക്. നമ്മൾ അതാ അടുത്ത് പറയാൻ പോകുന്നത്, ഹൗ ടു ഫൈൻഡ് ദി ഇക്വേഷൻ. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എവരിവൺ ഇപ്പൊ ചെയ്ത പരിപാടി? ഓക്കെ റൈറ്റ്. അപ്പോ ഹലീം ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത് വരുന്ന ഗിവ് ദ ഹെഡിങ് ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ശ്രദ്ധിച്ചിരിക്കണം, ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് അതിനെ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താലാണ് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടുക. ലിസൺ കെയർഫുള്ളി. ഇക്വേഷൻ ഓഫ് എ ലൈനിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ കിട്ടാൻ വേണ്ടത് ആദ്യം നമ്മൾ എഴുതരുതട്ടോ, ഞാൻ പറയാം. സ്ലോപ്പ് ഓഫ് ലൈൻ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഒരു ജനറൽ പോയിന്റിനെ എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്യണം. ഈ എക്സ് വൈ എന്ന പോയിന്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടെത്തി അതിനെ ഇക്വേറ്റ് ചെയ്യണം. ഇതാണ് ശരിക്കും എൻ്റെ 3 സ്റ്റെപ്പ് എന്ന് പറയാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട എക്സാമ്പിളിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇപ്പോ നമ്മുടെ ലൈനിലെ 2 പോയിന്റ്സ് ആയിരുന്നു 1 2 6 12. ഓക്കെ ശ്രദ്ധിച്ചേക്കണേ, 1 2 and 6 12. ഒന്നാമത്തെ പണി ഞാൻ പറഞ്ഞു, ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ പറഞ്ഞ എൽദോസ് എന്താ പറയുക സ്ലോപ്പ് ഓഫ് ലൈൻ? 12 minus 2 by 6 minus 1. 12 minus 2 divided by 6 minus 1 equal to എന്ത് വരും? 10 by 5. എത്രയത്? 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പണി ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സ്ലോപ്പ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ലെറ്റ് എക്സ് വൈ ബി എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് എക്സ് വൈ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെയാണെന്നൊക്കെ ചുമ്മാ സപ്പോസ് ചെയ്യാം. ഇങ്ങനെ ഈ പോയിന്റ് 1 2, ഇവിടെ 6 12, ഇതിനിടയിലുള്ള ഏതോ ഒരു പോയിന്റ് ആണ് ആര്? എക്സ് വൈ. എവിടെയൊന്നും നമുക്കറിയില്ല കേട്ടോ, എവിടെയുള്ള ഒരു പോയിന്റ് ആണ് എക്സ് വൈ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? എയ്തർ വി ചൂസ് 1 2 and xy ഓർ വി ചൂസ് 6 12 and xy. എന്നിട്ട് ഇവരെ വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കും. അത് നമ്മളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 and xy എടുക്കാം, വേണമെങ്കിൽ 6 12 and xy എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് ചെയ്യാം. 2 കേസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മള് സ്ലോപ്പ് ഓഫ് 1 2 and xy കണ്ടുപിടിക്കാന്നിരിക്കട്ടെ. ജീലാനി ഒന്ന് പറഞ്ഞ എങ്ങനെ വരും അത്? y minus 1 by x minus 2. y minus 1 y minus 2 by x minus 1. y minus 2 by x minus 1. y2 minus y1 divided by x2 minus x1. ഇനി xy എന്ന് പറയുന്ന ആള് ഈ ലൈനിലുള്ള പോയിന്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 2 6 12 തമ്മിലുള്ള സ്ലോപ്പ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 2 xy തമ്മിലുള്ള സ്ലോപ്പും എന്ത് തന്നെ ആയിരിക്കണം അരീന? 2 തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കി? സ്ലോപ്പ് ഓഫ്, എനിക്ക് ഒരു സ്റ്റെപ്പോടെ എഴുതാട്ടോ, ഡയറക്റ്റ് നമുക്ക് എഴുതിയാൽ മതി. y minus 2 divided by x minus 1 is equal to 2. നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ y minus 2 is equal to 2 into x minus 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y minus 2 is equal to 2x minus 2. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? എല്ലാ ടൈമിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം.
y മൈനസ് 2 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ 0 ഈക്വൽ ടു 2x മൈനസ് 2 y അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയി, മൈനസ് 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 2 ആയി. മൈനസ് 2 പ്ലസ് 2 കട്ടായി പോകും. ബാക്കി നമുക്ക് കിട്ടും 0 ഈക്വൽ ടു 2x മൈനസ് 1. കണ്ട, ഇതാണ് ഇക്വേഷൻ കണ്ടെത്താനുള്ള മാർഗം. അപ്പൊ എന്താ നമ്മൾ ചെയ്തതെന്ന് നോക്കി. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന 2 പോയിന്റ് വെച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റിനെ XY എന്നെടുത്തു. ഓൾറെഡി തന്ന ആളെ വെച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്തു. അത് നിങ്ങൾക്ക് 1 2 വേണമെങ്കിൽ കണക്ട് ചെയ്യാം, 6 12 വേണമെങ്കിൽ കണക്ട് ചെയ്യാം. XY ആൻഡ് 1 2 അല്ലെങ്കിൽ XY ആൻഡ് 6 12. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ഇക്വേറ്റ് ചെയ്തു. ഇനി ഇത് തന്നെ 6 12 വെച്ച് ചെയ്താൽ സംഭവിക്കുന്നതോടെ ഞാൻ കാണിച്ചു തരാം. നോക്കട്ടോ. ഇപ്പൊ നിങ്ങൾ സ്ലോപ്പ് ഓഫ് XY ആൻഡ് 6 12 ചെയ്യുന്നിരിക്കട്ടെ. XY ആൻഡ് 6 12 നമുക്ക് കിട്ടാൻ പോകുന്നത് 12 മൈനസ് y ഡിവൈഡഡ് ബൈ 6 മൈനസ് എക്സ് ഈക്വൽ ടു 2 എന്നുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ 12 മൈനസ് y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ 12 മൈനസ് y ഈസ് ഈക്വൽ ടു 12 മൈനസ് 2x എന്ന് വരും. മൊത്തം ടൈമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 12 മൈനസ് y മൈനസ് 12 പ്ലസ് 2x ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 മൈനസ് 12 കട്ടായി പോയി. 2x നമ്മൾ ആദ്യം എഴുതി. കണ്ടോ, 2 കേസ് നമുക്ക് ഒരേ ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടെത്താനുള്ള വഴി. ഇനി ഡൗട്ട് ചോദിച്ചു എന്നിട്ട് നമുക്ക് എഴുതാം. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. സാർ, ഈ y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഇല്ലേ, അവിടെ അതൊന്ന് പറഞ്ഞു. y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 അതൊന്ന് പറഞ്ഞുതരാം. അവിടെ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. അല്ല, എനിക്ക് ക്ലിയർ അല്ലേ. അതാണ് y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 എങ്ങനെ കിട്ടിയെന്നാണോ, അത് ക്രോസ് ചെയ്ത് അതോ അതിന്റെ ബാക്കിയാണോ? പറഞ്ഞല്ലോ. അനുസരിച്ച് ഞാൻ ചോദിച്ചത് ഈ y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 എങ്ങനെ കിട്ടി എന്നതാണോ ഡൗട്ട്, അതോ പിന്നെ അവരെ ക്രോസ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താണോ ഡൗട്ട്? ക്രോസ് ചെയ്തില്ലേ? ക്രോസ് ചെയ്തതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. സ്ലോപ്പ് ഓഫ് 1 2 ആൻഡ് XY എന്ന് പറയുന്നത് y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ആണ്. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്. നമുക്കറിയാം ഒരു ലൈനിലെ ഏത് പോയിന്റ് എടുത്ത് നമ്മൾ കണ്ടുപിടിച്ചാലും സ്ലോപ്പ് ഈക്വൽ ആയിട്ടാണ് കിട്ടാവുള്ളൂ. ഇതാണ് നമ്മൾ കഴിഞ്ഞ എക്സസൈസ് മൊത്തം പഠിച്ചത് അല്ലേ? അതെ സാർ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടും? ഈ സ്ലോപ്പും ഈക്വൽ ആകുന്നു. സോ y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 നമ്മൾ കൊടുത്തു. 2 സ്ലോപ്പും സെയിം ആവണം. എന്നിട്ട് എക്സ് മൈനസ് 1 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ y മൈനസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y മൈനസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്, 2x മൈനസ് 2 ഇൻറ്റു 1 2. എന്നിട്ട് ഇവന്മാരെ മൊത്തം നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോ 2x മൈനസ് 2 y ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മൈനസ് y ആയി. മൈനസ് 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2. നെഗറ്റീവ് 2ഉം പോസിറ്റീവും കട്ടായി പോയി. ബാക്കി 2x മൈനസ് y. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യുമ്പോഴല്ലോ പിള്ളേരെ ഈ സ്ലോപ്പ് ഇവിടെ നമുക്ക് കൃത്യം 2 കിട്ടിയോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ 2/3 എന്നൊക്കെ ആണെങ്കിൽ എന്ത് വന്നേനെ, 2 പേരും ക്രോസ് ചെയ്യണ്ടാവുന്നതിന്. ഈ സ്ലോപ്പ് ഒരു 2/3 എന്ന ഫോമിലേക്കാണ് വന്നതെങ്കിൽ, ചുമ്മാ എക്സാമ്പിൾ ആട്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടും y മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 2/3. ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു y മൈനസ് 2, 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇങ്ങനെ വരും. കണ്ടോ, കാരണം ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം, ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ചോദിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം. Anyone? ഓക്കെ ആണ്. അപ്പൊ താഴെ എഴുതി ഇക്വേഷൻ ഓഫ് ലൈനില് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഫൈൻഡ് the slope, find the slope of the line. Find the slope of the line. Second point, find the slope, find the slope by using
find the slope by using one point as x comma y, one point as x comma y, and another point already given. Another point already given. Third step, equate the two slopes. Equate the two slopes and find the equation of the line. And find the equation of the line. Equate the slopes and find the equation of the line. ഓക്കെ, അപ്പൊ അതിൽ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തപ്പോഴല്ലോ പിള്ളേർ ഒറ്റ കാര്യം ശ്രദ്ധിച്ചേ. ഇപ്പൊ നമ്മൾ ചെയ്തു വന്നപ്പോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാട്ടോ. നമുക്കിവിടെ കിട്ടിയതേ y മൈനസ് 2 ഈസ് ഈക്വൽ ടു 2x മൈനസ് 2 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇവനെ നമ്മൾ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓരോ ഓപ്ഷൻ ഈ കാണുന്ന ടേബിളിൽ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടാം, വേറൊരു ഓപ്ഷൻ ഇവനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വലിക്കാം. ഈ രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാം. ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്തത് ഈ മെത്തേഡാണ്. y മൈനസ് 2 ഈ കാണുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ ചെയ്തത് എന്താ, y മൈനസ് 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റിനെ നമ്മൾ റൈറ്റിലേക്ക് മാറ്റി. തിരിച്ചു മാറ്റിന്നവർക്ക് ഒരു തെറ്റുമില്ല കേട്ടോ. തിരിച്ചു മാറ്റി എങ്ങനെ വരും നോക്കി, y മൈനസ് 2 ഓൾറെഡി ഉണ്ട്, 2x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 2x ആയി, മൈനസ് 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2 ആയി, ഈക്വൽ ടു 0. നെഗറ്റീവും പോസിറ്റീവും കട്ടായി പോയി, ബാക്കി y മൈനസ് 2x ഈക്വൽ ടു 0. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ്, ഒരു തെറ്റുമില്ല. അതായത് 2x മൈനസ് y ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നതും y മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നതും കറക്റ്റാണ്. ഈക്വൽ ടു 0 ആക്കാൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. വേണമെങ്കിൽ ലെഫ്റ്റിലുള്ളതിനെ റൈറ്റിലേക്ക് മാറ്റാം, വേണമെങ്കിൽ റൈറ്റിലുള്ളതിനെ ലെഫ്റ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചോയ്സ് ആണ്. രണ്ട് രീതി ചെയ്താലും തെറ്റില്ല കേട്ടോ. അവർ ചോയ്സ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ കേസ് നോട്ട് ചെയ്ത് വെച്ചോ. 1 2 6 12 ആണ് പോയിന്റ്. നമ്മൾ എങ്ങനെ ഇക്വേഷൻ കണ്ടെത്തി? ബോർഡിലെ കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓരോ സ്റ്റെപ്പും വായിച്ച് ഒന്ന് ട്രൈ ചെയ്തേ. ബോർഡിലെ കോപ്പി പേസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇത് മാറ്റുമ്പോ അവിടെയാണോ അനുസരിച്ച് ക്ലിയർ ആയില്ല? എങ്ങനെ ലെഫ്റ്റിലെ ഈ അപ്പൊ പറഞ്ഞില്ലേ 0 ഈസ് ഈക്വൽ ടു 2 മൈനസ് പ്ലസ് 2, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പ്ലസ് ആവും. അപ്പൊ ലെഫ്റ്റിലോട്ടോ റൈറ്റിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് ഇക്വേഷന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സൈൻ മാറും. അതായത് പോസിറ്റീവായി കിടക്കുന്ന ആൾ അപ്പുറത്തേക്ക് പോയാൽ നെഗറ്റീവ് ആവും, നെഗറ്റീവായി കിടക്കുന്ന ആൾ അപ്പുറത്തേക്ക് പോയാൽ പോസിറ്റീവ് ആവും. മറ്റേത് നോട്ട് ചെയ്തില്ലായിരുന്നു. ആ നോട്ട് ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. മറ്റേത് കിടന്നാലേ നമ്മളെല്ലാം കൂടെ നേരെ പകർത്തുവേ, വെട്ടും കുത്തൊക്കെ ഉൾപ്പെടെ. അതുകൊണ്ട് അത് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ. കൃത്യമായിട്ട് സ്റ്റെപ്പ് വായിക്കുക, ട്രൈ ചെയ്യുക, വേഗം സ്പീഡിന് ചെയ്യണേ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ. ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാം. സാർ പറഞ്ഞോ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഡിനോമിനേറ്ററും സൈഡിൽ കിടക്കുന്ന ആ നമ്പറുമായിട്ടല്ലേ മൾട്ടിപ്ലൈ ക്രോസ് ചെയ്യുമ്പോൾ ശരിക്കും ഇപ്പൊ ഇവിടെ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഒരു 2 മാത്രവും ഇവിടെ നമുക്ക് എന്താണ് y-2/x-1 ഇങ്ങനെയല്ലേ തന്നെ. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവൻ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി, 2 × x-1. ഇത്രേ ഉള്ളൂ പണി. കാരണം മറ്റേതുപോലെ സ്ലോപ്പ് നമുക്കൊരു കൃത്യ നമ്പർ അല്ലേ കിട്ടി, അതാരണം വലിയ പ്രശ്നമില്ല. സ്പീഡ് അവിടെ രണ്ട് മിനിറ്റോടെ മാക്സിമം കേട്ടോ. സ്പീഡ് കംപ്ലീറ്റ് ചെയ്തേ. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, മിണ്ടാതിരിക്കരുത്. ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മുടെ ചാപ്റ്റർ തീരുക, പിന്നെ എക്സസൈസ് ആണ് നമുക്ക് ചെയ്യാനുള്ളൂ. കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കുക, വാ തുറന്ന് ചോദിക്കുക, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. പെട്ടെന്നാവട്ടെ, പറഞ്ഞാൽ സാബിത്തെ. സാർ ആ y-2/x-1 = 2 പറഞ്ഞു 2 ചെയ്യുമ്പോ അത് കഴിയുമ്പോ നേരെ ക്രോസ് ചെയ്യാടാ, അതേ ഉള്ളൂ. y-2 = x-1 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇനി നമ്മൾ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യാന്ന് പറയുന്ന മീനിങ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ അതില് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പൊ ഈ 2-ന് പകരം ഒരു 2/5 എന്നായിരുന്നെങ്കിൽ ക്രോസ് ചെയ്യാന്ന് പറയാൻ എന്താണെന്നറിയാം, ഈ കാണുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ കാണുന്ന ആളെ ഇങ്ങോട്ടും കൊണ്ടുവരണം. അപ്പൊ എന്ത് വരും, ഓൾറെഡി y-2 ഇവിടെ ഉണ്ട്, 5 ഇങ്ങോട്ട് വരുമ്പോൾ × 5, 2 ഓൾറെഡി അവിടെ ഉണ്ട്, × x-1. ഇതാണ് ഈ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എക്സാമ്പിളിൽ ഇവിടെ റൈറ്റ് സൈഡിൽ 2 മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷൻ അല്ല. അതുകൊണ്ട് x-1 മാത്രം കൂടെ കൊണ്ടുവന്നാൽ മതി. സോ നമുക്ക് ബാക്കി കിട്ടുക y-2 = 2 × x-1. ഇത്രേ വരുള്ളൂ. ചോദിക്കട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ വാ തുറന്ന് ചോദിക്കുക, മിണ്ടാതിരിക്കല്ലേ. ആ ക്ലിയർ ആയില്ല ബോബി? രണ്ടാമത്തെ പോയിന്റില്ലേ, ഫൈൻഡ് ദ സ്ലോപ്പ് മറ്റേ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഒരു പോയിന്റിനെ XY എന്ന് എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആരെങ്കിലും, അത് വേണമെങ്കിൽ 1, 2 ആവാം, അല്ലെങ്കിൽ XY-യും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 6, 12-ഉം ആവാം. ഒരാൾ XY ആയിരിക്കണം, മറ്റേ ആള് ക്വസ്റ്റ്യനിലുള്ള ആള്. നമ്മൾ അതിനിങ്ങനെ സ്റ്റെപ്പൊക്കെ എഴുതും. അതിനു മുമ്പ് ലെറ്റ് XY be a point, let XY be a point on the line എന്നൊക്കെ നമ്മൾ എഴുതിയിട്ട് സ്ലോപ്പ് ഓഫ് XY and 1, 2 = നേരെ നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ y2 - y1 / x2 - x1. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, നിങ്ങൾ ഇനി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെയും വരാം കേട്ടോ. അതെങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഈ കിട്ടുന്ന സ്ലോപ്പിനെ എന്ത് ചെയ്യണം, നമുക്ക് ഓൾറെഡി കിട്ടിയ സ്ലോപ്പിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ദിസ് സ്ലോപ്പ് ഷുഡ് ബി ഈക്വൽ ടു ദ സ്ലോപ്പ് ഓൾറെഡി ഒബ്റ്റെയിൻഡ്. അതാണ് നമ്മൾ ഇതേ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതുണ്ടോ? പിന്നെ അതിനെ ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. Anyone? Anything more? Any more doubts? സാർ അവസാനത്തെ ഇക്വേഷൻ ഒരു മിനിറ്റ് ഹലീം
നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇപ്പൊ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതെ പറഞ്ഞത് ഇബ്രാഹിം പറഞ്ഞില്ല ആദ്യം. y - 2 / x - 1 ഈക്വൽ ടു 3/5 എന്നാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ഈ 5 ഇങ്ങോട്ട് വരും. ഇതാണ് ക്രോസ് എന്ന് പറഞ്ഞത്. ഇതുണ്ടല്ലേ ക്രോസ്. അപ്പോൾ y - 2 ഓൾറെഡി ഇവിടെ ഉണ്ട് ഇൻറ്റു 5, 3 ഓൾറെഡി അപ്പുറം ഉണ്ട് ഇൻറ്റു x - 1. ഓക്കെ സാർ. അതിലെന്താ ചോദിച്ചേ? ഈ ക്വസ്റ്റ്യന്റെ അവസാനത്തെ ഇക്വേഷൻ എങ്ങനെയാ തന്നെയാണ്? ഒന്നെങ്കിൽ നമുക്കത് 2x - y = 0 എന്നായിരിക്കും, അല്ലെങ്കിൽ y - 2x = 0 എന്നായിരിക്കും. ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും കേട്ടോ. അത് വേറൊന്നുമല്ല, ഒരാളുടെ നേരെ നെഗറ്റീവ് ആയിരിക്കും, മറ്റേ ആൾ വേറെ വ്യത്യാസം. നമ്മളിപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണോ മാറ്റിയത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണോ മാറ്റിയത്, അതനുസരിച്ചാണ് അത് തിരികെ. പ്രശ്നമൊന്നുമില്ല, ബോത്ത് ആർ കറക്റ്റ്. അത് രണ്ട് ഇക്വേഷൻ അല്ല ശരിക്കും, ഒറ്റ ഇക്വേഷൻ തന്നെ രണ്ട് ഫോമിൽ എഴുതിയിരുന്നു. ഒറ്റ ഇക്വേഷൻ തന്നെയാണ്. Anyone? Any more doubt? വേഗം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. സാർ -2 വെട്ടിപ്പോവില്ലേ? -2 വെട്ടിപ്പോകില്ല. -2 +2 ആണെങ്കിൽ വെട്ടിപ്പോകും. വേറെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേഗം ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വൺ. ഞാൻ പോയിന്റ് മാത്രമേ തരുന്നുള്ളൂ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് പോയിന്റ് മാത്രം. ശ്രദ്ധിച്ച് സ്പീഡിന് ചെയ്യണേ. പോയിന്റ് ഈസ് 2, 5 and 410. 2, 5 and 4. ചെയ്തോക്കെ വേണം. ശ്രദ്ധിച്ച് ചെയ്യണേ, ശ്രദ്ധിച്ച് ചെയ്യണം ഓരോ സ്റ്റെപ്പും. നിങ്ങളുടെ കയ്യിൽ സ്റ്റെപ്പ് ചെയ്യാൻ തന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്റ്റെപ്പ് വായിക്കുക, സ്റ്റെപ്പ് കൃത്യമായിട്ട് വായിക്കുക, സ്റ്റെപ്പ് വായിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഓരോ സ്റ്റെപ്പും വായിച്ച് ആലോചിച്ച് ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോകും. സ്പീഡ് ആവട്ടെ. രണ്ട് മിനിറ്റ് മാക്സിമം കേട്ടോ. ഓരോ സ്റ്റെപ്പും വായിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ മാക്സിമം ഒരു 20 സെക്കൻഡ് കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഓക്കെ, ഒന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ എന്താ വന്നെന്നുള്ള കേൾക്കട്ടെ. അഫിൻ പറടാ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ കിട്ടിയേ? 5/2. 5/2 എന്ന് കിട്ടും. സ്ലോപ്പ് ഈക്വൽ ടു 5/2. ചാടിക്കേറി സ്ലോപ്പ് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റെപ്പ് എഴുതല്ല, നമ്മളൊന്ന് ഫോമിലേക്ക് എഴുതി. ഇതിനൊന്നും മാറ്റമില്ല, പ്രൊസീജിയറിനും ഫോർമാലിറ്റിക്കും യാതൊരു മാറ്റവും. നമ്മൾ പഠിച്ച അതേ രീതിയിൽ തന്നെ ചെയ്തു പോകണം. Slope of 2, 5 and 410. ഞാൻ കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതുവാട്ടോ. ആദ്യം ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 - 5 4 - 2 5/2.
അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട പണി ഒന്ന് പറഞ്ഞു നിഷാന ജമാൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണ്ടേ? എക്സും വൈയും ഒരു കോർഡിനേറ്റ് എടുത്തിട്ട് നമ്മൾ സപ്പോസ് ചെയ്യണം കേട്ടോ. ലെറ്റ് എക്സ് വൈ ബി എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് വേണം കേട്ടോ. എന്താ അടുത്ത സ്റ്റെപ്പില്? സ്ലോപ്പ് ഓഫ് എക്സ് വൈ ആൻഡ് ക്വസ്റ്റ്യനിലെ പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 5 എടുക്കാം, വേണമെങ്കിൽ 4, 10 എടുക്കാം, നിങ്ങളുടെ ചോയ്സ്. Again formula, substitute, speed out at 20-second maximum for that. അമീൻ എം ജെ പറഞ്ഞു. അമീൻ എം ജെ എന്താ കിട്ടി? സാർ y-2/x-5. അല്ല, തെറ്റി, തിരിഞ്ഞുപോയി. y-2/x-5 അല്ലോടാ, തിരിഞ്ഞു പോയില്ലോടാ പോയിന്റ് ഒക്കെ. ഇവിടെയാണ് ഈ ശ്രദ്ധ മാറുമ്പോഴുള്ള പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൽ വലിയ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഒന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പോയിന്റിൽ x1, y1, x2, y2 ഒക്കെ ഒന്ന് കൊടുത്ത് ചെയ്താൽ നല്ലതാണ്. y-2 ആണോ അമീനെ വരിക? അമീൻ അല്ലേ? അങ്ങനെയല്ലേ ഇതിൽ x1, y1 ആരാ നീ എടുത്തേ? ഞാൻ 2, 5 ആണ് x1, y1. ശരി. x2, y2 x5. ശരി. ഇനി y2 - y1 എന്താ? x-2. x-2ഉം y-5ഉമാണ്. കണ്ടോ, ശ്രദ്ധ മാറുമ്പോ പോണ പോക്ക് കണ്ടോ. ഇതെന്താ പ്രശ്നം എന്ന് അറിയുള്ളൂ. റീഷാന് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോ നമ്മള് വേറെ എന്തെങ്കിലും പ്രൂഫ് ഒക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അറിയാം ഇന്നതാണ് കിട്ടണ്ടേ, അല്ലെ? ഇപ്പൊ സ്ലോപ്പ് ഇപ്പൊ ഒരു എന്താ പറയാ കഴിഞ്ഞ എക്സൈസ് നമ്മൾ ചെയ്ത പോലെ ഇപ്പൊ 3 points are on a line എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ഈ 3 പോയിന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ സെയിം ആൻസർ കിട്ടണം. കാരണം സെയിം ആൻസർ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ നമ്മൾ ചെയ്ത് തെറ്റുണ്ടെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുമ്പോഴേ പോയിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ വേറൊരു ആൻസർ കിട്ടും. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം കേട്ടോ. അപ്പൊ y-5/x-2 എന്ന് കിട്ടി. എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ? കിട്ടിയ രണ്ടെണ്ണം കിട്ടിയ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ പറഞ്ഞു? ആരൊക്കെ കിട്ടിയ രണ്ടെണ്ണം? y-5 x-2. y-5/x-2 equal to പറയടോ. y-5/x-2 equal to 2x. എന്താടാ ഞാനീ പറഞ്ഞ y-5/x-2 equal to എന്താണ്? അതാദ്യം പറ. മനസ്സിലായില്ല. ഈ y-5/x-2 ഈക്വൽ ടു എന്തെന്നാ എഴുതുന്നേ? എന്നിട്ടല്ലേ ബാക്കി എന്താ പറയാ ക്രോസും പരിപാടിയൊക്കെ വന്നേ. ആരെ ഇന്നിപ്പോ ഈക്വല് കൊടുക്കുന്നേ? മുഹമ്മദ് അയാൻ എന്താ തേർഡ് സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ നീ നോട്ടിൽ എഴുതിയേക്കുന്നേ? Equate the two slopes and find the equation of the ഇവിടെ കിട്ടിയ രണ്ട് സ്ലോപ്പ് ആരൊക്കെയാ? 5/2 ഉം 5/2 ഉം y-5/x-2. അപ്പൊ ആ രണ്ടെണ്ണം അല്ലേ ഈക്വല് കൊടുക്കണ്ടേ? എന്നിട്ടല്ലേ ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. y-5 divided by x-2 is equal to 5/2 എന്ന് നമുക്ക് വരും. ദെൻ നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ ഇവൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇവൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. നമുക്ക് കിട്ടാൻ പോകുന്നത് y-5 into 2 equal to 5 into x-2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y - 10 equal to 5x
മൈനസ് 10. രണ്ട് ഫോമാറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2y മൈനസ് 10നെ അവിടെ നിർത്തിയിട്ട് 5x മൈനസ് 10 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 5x ഇപ്പോൾ വരുമ്പോൾ മൈനസ് 5x ആവും, മൈനസ് 10 പ്ലസ് 10 ആവും, ഈക്വൽ ടു 0. There we can cancel negative 10 and positive 10. And what we will obtain is 2y minus 5x equal to 0. ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2y മൈനസ് 10 നമ്മൾ അപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പോൾ 0 ഈക്വൽ ടു അപ്പുറം 5x മൈനസ് 10 ഉണ്ട്, 2y അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും, മൈനസിന് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും. നെഗറ്റീവ് 10ഉം പോസിറ്റീവ് 10ഉം ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് 0 ഈക്വൽ ടു 5x മൈനസ് 2y. രണ്ട് ഇക്വേഷനും കറക്റ്റ് ആണ്. ഇതാണ് അവിടെ ഇക്വേഷൻ കിട്ടുക. ആൻഡ് യു ക്യാൻ ആസ്ക് ഇഫ് ദർ ഇസ് എനി ഡൗട്ട്. This is how we will find the equation of a line. അപ്പോൾ 3 സ്റ്റെപ്പിനെ കുറിച്ച് നല്ല ധാരണയാണ്. തന്നിരിക്കുന്ന 2 പോയിന്റ് കണ്ടെത്തുക. സോ 2 പോയിന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഒരു പോയിന്റ് എക്സ് വൈ എടുത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പിന് ഈക്വൽ എന്ന് കൊടുത്ത് ഇക്വേറ്റ് ചെയ്യുക. Is it clear for everyone? Anyone? ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ചെയ്യണം. ഒറ്റ ക്വസ്റ്റ്യൻ സ്പീഡിന് ചെയ്യണേ, ടൈം കളയരുതേ. One of the point is 37. Second one is 81. സ്പീഡിന് ചെയ്യും. സമയം കളയരുതേ. 3, 7 and 81. ഓരോ സ്റ്റെപ്പും ആലോചിച്ച് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്യാം. സ്പീഡ് ആവട്ടെ. 30 seconds to complete the first step. സ്ലോപ്പ് എത്ര കിട്ടി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സ്ലോപ്പ് തഫ്സിയ -6/5. -6/5 എന്നുള്ളത് 1 minus 7 by 8 minus 3 -6/5 will be the slope. നെഗറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ മനഃപൂർവ്വം തന്നതാണ്, ശ്രദ്ധിക്കണം കേട്ടോ. സെക്കൻഡ് കേസ് ചെയ്തു വന്നപ്പോൾ എന്തായി? ഭീമാ നവാസ് ഒന്ന് പറഞ്ഞേ. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തേ? XY-യും 3, 7 പോയിന്റ് ആയിട്ട് എടുത്തു. XY and 3, 7 എടുത്തു. ശരി, XY and 3, 7 സ്ലോപ്പ് എടുത്തപ്പോ y-7/x-3. സ്ലോപ്പ് നമുക്ക് y-7/x-3 എന്ന് കിട്ടി. ഫൈൻ. -6/5. ഫൈൻ, കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില് സ്ലോപ്പ് കണ്ടുപിടിച്ചു, സെക്കൻഡ് സ്റ്റെപ്പിൽ XY വെച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ചു, തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ കിട്ടിയ സ്ലോപ്പിനെ ഓൾറെഡി നമുക്ക് കിട്ടിയ സ്ലോപ്പുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും.
സ്പീഡ് ആവട്ടെ, 1 മിനിറ്റോടെ മാക്സിമം കേട്ടോ ഇക്വേഷനിലേക്ക് എത്താൻ. One more minute maximum to find the equation. Thirty seconds more. Fatima PA final answer കിട്ടിയോ? Fatima PA ഇല്ല സാർ, ചെയ്തോണ്ടിരിക്കുക. എന്ത് താമസം? സിമ്പിൾ അല്ലേ ക്രോസ് ചെയ്യാൻ. ഒന്ന് ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. Y minus 7 by x minus 3 is equal to negative 6 by 5. ശരി, എന്നിട്ട് 5 into y minus 7 is equal to negative 6 into x minus 3. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ 5y minus 35 is equal to minus 6 minus 18. മൈനസ് 6x മൈനസ് 18 അല്ല, നെഗറ്റീവ് 6 ഇൻറ്റു നെഗറ്റീവ് 3 ആണ് പോസിറ്റീവ് 18 പ്ലസ് 18. ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഹോൾ ടൈമിന് ഒരു സെല്ലെ കൊണ്ടുവരാം. അപ്പോൾ ഹോൾ ടൈം കൊണ്ടുവരുമ്പോൾ ബെറ്റർ എന്താണെന്നറിയോ? ഇപ്പൊ ഈ 6x കൂടെ കിടക്കുന്ന മൈനസ് അല്ലെ, മൈനസ് 6x കിടക്കുന്നത്. അതുകൊണ്ട് അവനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്, കാരണം നെഗറ്റീവ് എന്നുള്ള പോസിറ്റീവ് ആയിക്കോളും. അപ്പൊ 5y മൈനസ് 35 മൈനസ് 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആയി, പ്ലസ് 18 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയി, ഈക്വൽ ടു 0. 6x ആദ്യം എഴുതി, 5y രണ്ടാമത് എഴുതി, മൈനസ് 35 മൈനസ് 18 ചെയ്യുമ്പോൾ മൈനസ് 53 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഇക്വേഷൻ. ഇതല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് 6x നെഗറ്റീവ് 5y പ്ലസ് 53 ഈക്വൽ ടു 0. ഇതിലേതെങ്കിലും ഇപ്പൊ ഞാനിവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കംപ്ലീറ്റ് ടേമിനെ ഇപ്പുറത്തേക്കാണ് ഞാൻ കൊണ്ടുവന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തട്ടിയെങ്കിൽ ഞാൻ മുകളിലേക്ക് ചേർക്കുന്ന ഇക്വേഷൻ ആയിരിക്കും. ചോദിച്ചോ, ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം. Anyone? Sir, 8 ഉം 1 ഉം ഒക്കെ കാണിച്ചു. 8 ഉം 1 ഉം ചെയ്ത് കാണിച്ചു. 8 and 1 നമ്മൾ ചൂസ് ചെയ്യുന്നെങ്കിൽ y minus 7 by x minus 3, sorry, y minus 1 by x minus 8 equal to negative 6 by 5. Cross ചെയ്യുമ്പോൾ 5y minus 5 equal to minus 6x plus 48. ഇതൊക്കെ മാറ്റുമ്പോൾ 5y minus 5 plus 6x minus 48 equal to 0. 6x ആദ്യം, 5y രണ്ടാമത്, minus 5 minus 48 ചെയ്യുമ്പോൾ minus 53. Okay, so this is how you have to find the equation of a line. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്ങനെയാ കണ്ടുപിടിക്കണമെന്നുള്ള നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് എ ലൈൻ്റെ ആപ്ലിക്കേഷൻ. അതായത് വൺസ് ഇഫ് വി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ, വാട്ട് ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ അറൈസ്. ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അഡ്രസ് ചെയ്യേണ്ട വരിക. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് ലൈനിലുണ്ടോ ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാം, പുതിയ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഓൺ ടുമോറോ and we will move on to the exercise. Okay, thank you. Thank you, sir.